കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ 7 റണ്ണറപ്പായ അനീഷ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ പ്രൊഫൈലുകളിൽ, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മോശം കമൻ്റ് ഇടുകയും തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും ചെയ്യുന്ന കുറച്ച് സൈക്കോപാത്തുകളുണ്ട്. അവർക്കെതിരെ നിയമവഴിയിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് സൈക്കോപാത്തുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ആ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ ഈ വീഡിയോയ്ക്ക് മോശം കമൻ്റ് ഇടുന്നവർ ഈ പ്രായമുള്ളവരായിരിക്കില്ല. മിക്കവാറും ഈ 10ാം ക്ലാസ് +2 ഈ ലെവലിലുള്ള പിള്ളേരായിരിക്കണം മിക്കവാറും ഇങ്ങനെയുള്ള കമൻറ്റ്സ് ഇടുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയ്ക്ക് താഴെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് വലിയ പ്രായമുള്ളവരൊന്നുമല്ല ഈ മെനക്കെട്ടിരുന്ന് കമൻ്റ് ഇടുന്നതൊന്നും, എല്ലാം ഈ ചെറിയ പിള്ളേരാണ്. അപ്പം എൻ്റെ ആ ഒരു ഊഹം ശരിവെക്കുന്ന രീതിയിൽ ഇന്ന് ഒരു വീഡിയോ കാണാനിടയായി. കാരണം ഒരു ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഉള്ള ഭാര്യ ഭർത്താവ് അവരുടെ കുട്ടിയെപ്പറ്റി മോശം കമൻ്റ് ഇട്ട ഒരാളെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കണ്ടത്. അതായത് അവർ സൈനയുടെ ഏതോ ഒരു ഇൻ്റർവ്യൂവിലോ എന്തോ കൊടുത്ത ഒരു വീഡിയോ ആണ്. അതിന് താഴെ അവരുടെ കുട്ടി മരിച്ചു പോയെങ്കിലോ എന്ന് പറഞ്ഞിട്ട് മോശം കമൻ്റ് ഇട്ടു. അപ്പം സ്വന്തം കുട്ടി മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ഇട്ട ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ സഹിക്കുമോ? ഇത് ആരും സഹിക്കില്ല. അപ്പം അവർ കേസ് ഫയൽ ചെയ്തു. ആരാണ് കമൻ്റ് ഇട്ടതെന്ന് അറിയണമല്ലോ. അപ്പം കഴിഞ്ഞ ദിവസമാണ് ആളെ പോലീസ് പിടിച്ചത്. അപ്പോൾ ആളെ കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. കാരണം 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യനാണ് ഈ ഒരു തെണ്ടിത്തര കമൻ്റ് ഇട്ടത്. അപ്പോൾ ആലോചിക്കണം. അതുമാത്രമല്ല, ഇവൻ ഈ സൈക്കോപാത്ത് എന്ന് അനീഷ് പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇതിന് മുമ്പും ഇതുപോലെ ഏതോ ഒരു പെൺകുട്ടിക്കെതിരെ മോശം കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു കേസ് ഫയൽ ഉള്ളതാണ്. അപ്പോൾ അമ്മ പറയുന്നത്, അമ്മേനെ അച്ഛനെ എല്ലാം വിളിച്ചു വരുത്തുമല്ലോ, ഇത് മൈനറാണല്ലോ കുട്ടി. അപ്പോൾ അമ്മ പറയുന്നത് പഠിക്കാൻ വേണ്ടിയാണ് ആ പയ്യന് ഫോൺ കൊടുത്തതെന്നാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഫോൺ കൊടുത്തിട്ട് ഇമ്മാതിരി തെണ്ടിത്തരമാണ് കാണിച്ചു വെക്കുന്നത്. ഇതെല്ലാം ഭൂലോക ക്രിമിനലാണ് ഈ കുട്ടി എന്നുള്ളത് ഒരു സംശയം വേണ്ട. കാരണം ഇപ്പം തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം കമൻ്റ് എഴുതി വിടുമ്പോൾ അതിൻ്റെയൊക്കെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇത് 2ാമത്തെ കേസായി. അപ്പം ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്ത് ശരിയാക്കി വന്നതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവൻ പിന്നെയും ഇതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൗൺസിലിംഗ് കൊണ്ടൊന്നും ശരിയാവില്ല. നല്ലൊരു ശിക്ഷ തന്നെ കിട്ടണം. ഇപ്പോൾ മൈനർ ആയതുകൊണ്ട് ഒരു ശിക്ഷയും കിട്ടാൻ, നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ, വലിയ ശിക്ഷയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവന് ഇത് തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഫോൺ കൈ കിട്ടിയാൽ ഇതാണ് അവസ്ഥ പിള്ളേരുടെയൊക്കെ. അപ്പം ഇപ്പം നമുക്കറിയാം, കർണാടകത്തിൽ ഇപ്പം 16 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്നുള്ള ഒരു നിയമം വരാൻ പോവുകയാണ്. അവർക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും വരണം എന്നുള്ളതാണ്. മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കും. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലും അതിനൊക്കെ ഫോൺ നോക്കി അങ്ങ് പഠിപ്പിക്കുകയാണ്. അപ്പം ഈ ചെറിയ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടാകുമ്പോൾ അവരെന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എഴുതി വിടുന്നതെന്ന് മാതാപിതാക്കൾ അറിയില്ല. മാതാപിതാക്കളായിരിക്കും ലാസ്റ്റ് ഇതിൻ്റെ എല്ലാം പഴി കേൾക്കേണ്ടി വരിക. കുട്ടികൾ ചെയ്തതിൻ്റെ പഴിയെല്ലാം മാതാപിതാക്കളായിരിക്കും കേൾക്കേണ്ടി വരിക. അവരറിയുന്നില്ലല്ലോ മക്കൾ എന്തൊക്കെ തോന്നിവാസം ചെയ്ത് കൂട്ടുന്നതെന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്, മാതാപിതാക്കളെ റൂമിൽ പൂട്ടിയിട്ട് രാത്രി 2 മണിക്ക് മകൻ വാഹനം എടുത്ത്, കാറും എടുത്ത് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ആക്സിഡൻ്റായി. ലാസ്റ്റ് കേസ് വന്നപ്പോൾ RC ഓണറായ അമ്മയ്ക്കെതിരെയാണ് കേസ് വന്നത്. അപ്പം എല്ലാത്തിലും ഈ മക്കൾ ചെയ്യുന്ന എല്ലാത്തിലും ലാസ്റ്റ് മാതാപിതാക്കൾ തന്നെയാണ് കുടുങ്ങുക. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചിലവർ ഈ മക്കൾ ചെയ്യുന്ന തെറ്റിനെല്ലാം മാതാപിതാക്കൾക്കെതിരെ ആയിരിക്കും കുറ്റം പറയുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഈ മക്കളെ ഈ ഒരു വളർത്താന്ന് വെച്ചാൽ അത്രയും വലിയൊരു കഷ്ടപ്പാടാണ്. എല്ലാ മോശം കൂട്ടുകെട്ടുകളിലും എല്ലാത്തിലും പോയി ചാടി എല്ലാ പഴിയും കേൾക്കേണ്ടി വരുന്നത് മാതാപിതാക്കളാണ്.